സാധാരണ എല്ലാ കൊല്ലവും സത്രം നടത്തുന്ന സമയത്ത് ഒരു പുസ്തകമെങ്കിലും നമ്മൾ പുറത്തിറക്കാറുണ്ട്. ഇക്കൊല്ലവും അതേപോലെ ഒരു പുസ്തകം പുറത്തുവിടാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് യുവമനസ്സുകൾക്ക് എന്ന പേരുള്ള പുസ്തകം. ഇത് കേട്ടാൽ തന്നെ നിങ്ങളിൽ പലതരത്തിലുള്ള ഉത്സാഹവും ഉദ്ദേശവുമൊക്കെ അങ്കുരിക്കാൻ വിരോധമില്ല, അങ്കുരിക്കേണ്ടതുമാണ്. അതുതന്നെയാണ് അതിനെ യുവമനസ്സുകൾക്ക് എന്ന് പേര് കൊടുക്കാൻ കാരണം. എന്താണ് ഇതെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളെല്ലാവരും പ്രത്യേകം അറിയേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യമുണ്ടല്ലോ, ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ, ഇതിന് ചിരപുരാതനമായ ഒരു ചരിത്രവിശേഷമുണ്ട്. എന്നാൽ അതിനെപ്പറ്റി എല്ലാവർക്കും അറിയുമോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരെ അറിയൂ. അതിനെന്താ കാരണം? ആ ചരിത്രത്തെപ്പറ്റി ആരും പറയാറില്ല, പഠിപ്പിക്കാറുമില്ല. ഒരു രാജ്യം, മാതൃരാജ്യം എന്നുള്ള നിലയ്ക്ക് അതിൽ ജനിച്ചു വളരുന്നവർ ജന്മഭൂമിയോട് ചെയ്യുന്ന വലിയ ഒരു അപരാധമാണ് ഈ ചരിത്രം വേണ്ടതുപോലെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാതെ ഇരിക്കുന്നത്. ഈ ഒരു തെറ്റ്, ഒരു അപരാധം എങ്ങനെയാണ് ഇല്ലാതെയാവുക, എപ്പോഴാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ചരിത്രം അത് എഴുതി വച്ചിട്ടുള്ള രീതിയും ക്രമവും സമ്പ്രദായവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ആധുനിക ചരിത്രകാരന്മാർ എഴുതുന്ന ചരിത്രമല്ല. ചരിത്രകാരന്മാരൊക്കെ പണ്ട് നടന്ന സംഭവങ്ങളുടെ പഴയ പ്രമാണഗ്രന്ഥങ്ങളോ അല്ല എന്തെങ്കിലും കുഴിച്ചെടുത്ത് കിട്ടുന്ന വസ്തുക്കളോ ഒക്കെ നോക്കി അങ്ങനെ എഴുതുന്ന ചരിത്രമാണ്. എന്നാൽ നമുക്കുള്ള പ്രബലമായ രണ്ട് ചരിത്രം രാമായണവും മഹാഭാരതവും അങ്ങനെയല്ല. വാൽമീകി മഹർഷി ഒരു തപസ്വിയായിരുന്നു. അദ്ദേഹം രാമായണം എഴുതാൻ കാരണം തന്നെ നാരദനോട് ചോദിച്ചു, ഒരു നല്ല മനുഷ്യൻ, നല്ലവൻ എന്ന് പറഞ്ഞാലോ നല്ല ഗുണങ്ങളും മൂല്യങ്ങളും നിഷ്ഠയുമൊക്കെ ഉള്ളവൻ, വീരൻ, പരാക്രമി, ദയവുള്ളവൻ, ത്യാഗശീലൻ, എന്തും നേടിയെടുക്കാൻ സമർത്ഥൻ, വലിയ ഒരു നേതാവ്, ഇങ്ങനെ പല ഗുണങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. മഹർഷിയെ, ഉണ്ടെങ്കിൽ മാത്രമേ പറയണ്ടൂ, ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാൽ പറഞ്ഞാൽ മതി ഉത്തരം എന്ന് പറഞ്ഞു. നാരദ മഹർഷിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. ഉവ്വ് ജീവിച്ചിരിപ്പുണ്ട്. അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനായ രാമനാണത്. ഈ രാമൻ ഒരു പുത്രനായി വളർന്നുകൊണ്ടിരിക്കുക. അധികം വയസ്സൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു 5-8 വയസ്സേ ആയി കാണുള്ളൂ. എനിക്ക് അറിയുന്നിടത്തോളം ചരിത്രം ഞാൻ പറഞ്ഞു തരാം, പിന്നെയുള്ളത് അങ്ങ് തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം വാൽമീകി മഹർഷി അന്വേഷണവും പോക്കും വരവുമൊക്കെ ആയി വേണ്ട വർത്തമാനങ്ങളൊക്കെ ശേഖരിച്ച് രാമൻ വളരുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തും മുന്നേറിപ്പോയി. അപ്പോൾ ഈ ചരിത്രത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ കൺകറൻറ്റ് ഹിസ്റ്ററി എന്നാണ് ഞാൻ പറയുന്നത്. സമകാലവർത്തിയായിരിക്കുന്ന ചരിത്രം എന്ന്. അത് എഴുതുന്ന ആൾ ആ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കി പലപ്പോഴും അതിൽ പങ്കാളിയായി വന്നിട്ടുള്ള സംഗതികളാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ചരിത്രം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കൂ. ഞാൻ ഈ പറയുന്നതിൽ ഒരക്ഷരമോ ഒരു പദമോ മാറ്റിവെക്കാൻ സാധിക്കില്ല. അത്ര വ്യക്തമായിട്ടാണ് എൻ്റെ പറച്ചിൽ. എന്താ ഈ ചരിത്രത്തിന് ഇത്ര പ്രാധാന്യം ചോദിച്ചാൽ ചരിത്രകാരന്മാർ പലതും പറയും. ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത് ഇതാണ്: പേഴ്സണൽ സ്റ്റോറീസ് ആർ ദ പ്രിവെയിലിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മാൻകൈൻഡ് എനി ടൈം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകവും ദർശനവുമാണത്. എന്താ അതിനർത്ഥം? വ്യക്തീയ ചരിത്രമാണ് ലോകത്തിൽ എക്കാലത്തും
കനത്ത സ്വാധീനം ജനങ്ങളിൽ ചെലുത്തി വരുന്നത് ആ വ്യക്തിയ ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ പെരുമാറി, അവരുടെ ജീവിത രീതി എന്തായിരുന്നു, അവരുടെ മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ എങ്ങനെ, അത് കൊണ്ടു നടക്കാൻ അവർക്ക് വിഷമമുണ്ടായോ, വിഷമമുണ്ടായെങ്കിൽ അതെങ്ങനെ നേരിട്ടു, മൂല്യങ്ങൾ തന്നെയാണോ, ഇങ്ങനെ സർവ്വ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് അതിനോടൊരു പ്രതിബദ്ധതയും ഒരാഭിമുഖ്യവും ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ചരിത്രത്തിൽ അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചരിത്രത്തിനൊരു പേരുണ്ട്, ഇതിഹാസം എന്നൊരു പേരുണ്ട്. എന്താ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു പോലും. എന്തായിരുന്നു നമ്മുടെ പൂർവികർ, അവരുടെ പ്രവൃത്തി, അവരുടെ ചിന്ത, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ സമ്പർക്ക വിശേഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് പറയുമ്പോഴും അതിനെ യുക്തിസഹമായി തത്വമൂല്യ സിദ്ധാന്തങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി ന്യായീകരിച്ചിട്ടുള്ള വിവരണങ്ങളേ ഉള്ളൂ. ഒരാൾ തോറ്റു, എന്താ തോൽക്കാൻ കാരണം? ഒരാൾ നന്നായി, അതിനെന്താ കാരണം? നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇങ്ങനെ ഒരു താരതമ്യ വിലയിരുത്തലോട് കൂടിയിട്ടാണ് നമ്മുടെ ഇതിഹാസ രചന. ഇതിഹാസത്തിൽ നമ്മെ പറഞ്ഞ് ധരിപ്പിക്കാൻ പുറപ്പെടുന്നതോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞ 4 പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും വ്യക്തിയുമായും കുടുംബത്തിലും സമാജത്തിലും അനുവർത്തിക്കേണ്ടതായ സദാചാരനിഷ്ഠ എന്ന് പറയാം. അർത്ഥം എന്ന് പറഞ്ഞാൽ പണസമ്പാദനത്തിനുള്ള മാർഗങ്ങളും പണസമ്പാദനവും. കാമം എന്ന് പറഞ്ഞാലോ കയ്യിലുള്ള പണം ചെലവ് ചെയ്ത് അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഭിലാഷങ്ങൾ മുഴുവൻ നിറവേറ്റി വരുന്നത് എങ്ങനെ എന്നതാണ് 3ാമത്തത്. ഇത് 3ഉം വേണ്ടതുപോലെ നടത്തിയാൽ നമുക്ക് മതി എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്തോ ഈ ഭൗതികവും ലൗകികവുമായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ വിട്ട് നമ്മുടെ ഉൾക്കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടി ജീവിതം ചെലവ് ചെയ്യുക ബാക്കിയുള്ള കാലം. അതാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. ഇനിയൊരു ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കെട്ടുപൂട്ടുകളിൽ നിന്നുള്ള വിരാമമാണ് ഈ മോക്ഷം, സ്വാതന്ത്ര്യം എന്ന വാക്കിനർത്ഥം. ഇത് 4 കാര്യമാണ് നമ്മുടെ ചരിത്രത്തിൽ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നി ഈ വസ്തുതകൾ നമ്മുടെ കുട്ടികളുടെ മുൻപിൽ എങ്ങനെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കണം. ശ്രീരാമനും ശ്രീകൃഷ്ണനുമൊക്കെ എന്തുണ്ടായിരുന്നു? ഒരു ശരീരം, 2 കയ്യ്, 2 കാല്, 2 കണ്ണ്, 1 തല, 1 മൂക്ക്, അതിൽ 2 തുള. കൃഷ്ണനും ഇത് തന്നെ, രാമനും ഇത് തന്നെ. എന്നാൽ പിന്നെ ഈ രാമൻ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആയത് എങ്ങനെയാണ്? കൃഷ്ണൻ കൃഷ്ണ പരമാത്മാവായി വിലസിക്കുന്നത് എങ്ങനെയാണ്? ഈ ശരീരവും മനസ്സും ബുദ്ധിയും വെച്ചുകൊണ്ട് അവർ അങ്ങേയറ്റത്ത് നേടിയെടുക്കാവുന്ന നേട്ടം നേടിയെടുത്തു. അതിന് സാധിച്ചു. എൻ്റെ പൊന്നു കുട്ടികളെ, യുവജനങ്ങളെ, അല്ല മുതിർന്നവരെയും ഞാൻ പറയട്ടെ, നിങ്ങൾക്കും ഉണ്ടല്ലോ ഇതുപോലെ ഒരു ശരീരവും 2 കൈയും 2 കാലും 1 തലയും മൂക്കും തുളയൊക്കെ. അപ്പോൾ ഈ രാമനും ലക്ഷ്മണനും എങ്ങനെ നേടിയെടുത്തോ അതുപോലെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്താ പോരായ? ഒന്ന് പറഞ്ഞു തരാമോ? മനുഷ്യ ചരിത്രമാണ് ഇത് രണ്ടും. അപ്പം നമ്മുടെ പൂർവികർക്ക് ചെയ്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്തുകൂടെ എന്നൊരു തോന്നൽ വരും. സാധാരണ നമ്മുടെ കുട്ടികൾ പറയാറുണ്ട്. ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? 24, 36, 48 അതും വിട്ട് ആസ്പത്രിയിൽ വീട്ടിലേക്ക് വരാതെ ജോലി ചെയ്യുന്ന സമയങ്ങളുണ്ട്, പ്രത്യേകിച്ചും പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിൽ ഒരു മകളാണ്, അവളൊരു ഡോക്ടറാണ്, അച്ഛനും ഡോക്ടറാണ്. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് ഈ കാര്യത്തിൽ വിഷമമില്ലേ? ഇത്രയധികം മണിക്കൂർ വീട്ടിലേക്ക് വരാതെ ആസ്പത്രിയിൽ കഴിഞ്ഞുകൂടാൻ? ഉടനെ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മതി, വേറെ ഒന്നും വേണ്ട. അച്ഛൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചവളാണല്ലോ ഞാൻ, അപ്പോൾ എനിക്കും ചെയ്യാൻ കഴിയുന്നു. ഒരു ശ്രീരാമൻ ഇത് നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ എനിക്കും പറ്റും. ഒരു ശ്രീകൃഷ്ണൻ ഇത് സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? ഇങ്ങനെ ഒരു ചോദ്യം
ഇങ്ങനെ ഒരു മറുപടിയും ഇങ്ങനെ ഒരു ഉത്സാഹവും ഊക്കവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കി തരണമെങ്കിൽ ഇതൊരു സാഹിത്യം നിങ്ങളുടെ മുൻപിൽ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ കൊല്ലങ്ങൾ മുൻപ് യുഗധ്വനി എന്നൊരു മാസിക നടത്തുന്നുണ്ടായി. ഞാനായിരുന്നു അതിൻ്റെ എഡിറ്റർ. അതിലെഴുതിയിട്ടുള്ള കുറേ ലേഖനങ്ങളുണ്ട്. വളരും തലമുറയ്ക്ക് എന്നുള്ള ശീർഷകത്തിലാണ് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി കുറേ കൂട്ടിച്ചേർക്കാം അതിൽ എന്ന്. അപ്പോൾ ഈ വളരും തലമുറയ്ക്ക് എന്ന് പറഞ്ഞ് ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരുന്നതൊക്കെ സംഭവങ്ങളുടെ ഒരു അവതരണം, സംക്ഷിപ്ത രൂപത്തിലുള്ള ഒരു അവതരണ. അങ്ങനെ അവതരിപ്പിച്ച് അവിടെ അങ്ങോട്ട് നിർത്തിയിരിക്കുക. പിന്നെയുള്ളത് വാങ്ങി വായിക്കുകയല്ല, വായിച്ച് മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണ്. ഇത് ശ്രീരാമൻ ലങ്ക ചെന്ന് ആക്രമിച്ച് രാവണനെ കീഴടക്കി സ്വർണ്ണമയമായ ലങ്കയൊക്കെ കണ്ടും കേട്ടുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മണനോട് പറയുക, സ്വർണ്ണമയമായ ഈ ലങ്ക എനിക്ക് സ്വല്പമെങ്കിലും രുചിക്കുന്നില്ല. എൻ്റെ രുചി മുഴുവനും അമ്മയിലും അമ്മഭൂമിയിലും ജന്മഭൂമിയിലുമാണ് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. വിഭീഷണ രാജാവായി അഭിഷേകം ചെയ്ത് വെറും കയ്യോട് കൂടിയിട്ടാണ് മടങ്ങി വന്നത്. സമ്പദ് സമൃദ്ധമായിരിക്കുന്ന ഒരു രാജ്യത്തെ കീഴടക്കി അതിൽ നിന്നൊരു പൈസ പോലും എടുക്കാതെ ഒരു രാജാവിന് മടങ്ങി തൻ്റെ രാജ്യത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതാണ് കൂട്ടരെ നമ്മുടെ ഭാരതഭൂമിയുടെ മഹിമ. ശരിയായ ഇന്ത്യയും ഭാരതവും ഇതാണ്. നമ്മൾക്ക് ഏറ്റവും മികച്ചത് നമ്മുടെ ഉള്ളിലത്തെ ധനമാണ്. ചന്ദ്രമണ്ഡലം മുഴുവനും സ്വർണമായി ഇറങ്ങി വന്ന ഫൂ എന്ന് പറയാൻ പറ്റണം നമുക്ക്. ശരിയായ ധനം സന്തോഷമാണ്, സൗഭാഗ്യമാണ്, സാഫല്യമാണ്. അത് മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ സംഗതികൾ പറഞ്ഞ് ഇത് തീർച്ചയാക്കിയപ്പോൾ രണ്ടാമത് എഴുതാൻ പുറപ്പെട്ടുല്ലോ. ആ രണ്ടാമത് എഴുതാൻ പുറപ്പെട്ടതിൽ രസകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിൽ ചിലതൊന്ന് പറയാം. മകനെ വനത്തിലേക്ക് അയച്ച അമ്മ ആലോചിക്കാൻ വക നൽകുന്നതാണ്. മകനെ കാട്ടിലേക്ക് അയച്ച അമ്മ, നിഷ്ഠുരതാതൻ, ശാന്തശീലനായ പുത്രൻ, മൂഢനെ മുക്തനാക്കിയ രണ്ടക്ഷരം, ഭർത്താവിനെ തടുത്തു നിർത്തിയ ഭാര്യ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭർത്താവിൻ്റെ കൈ പിടിച്ച് തടുത്തു നിർത്തിയ ഭാര്യ. നിങ്ങളും ഭാര്യമാരാണല്ലോ, ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഒരു നിറഞ്ഞ സദസ്സിൽ വെച്ച് ഭർത്താവിൻ്റെ കൈ കിടന്ന് പിടിക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടോ? നെഞ്ഞൂക്കുണ്ടോ? ഔചിത്യബോധമുണ്ടോ? സന്തത സഹചാരിണിയാണ് ഭാര്യ എന്ന് പറയുന്ന ആൾ ഭർത്താവിന്. എന്നെ തത്വമുപദേശിക്കാനുള്ള ഒരു മകനെ തരൂ എന്ന് പറയുന്നു. എനിക്ക് തത്വം ഉപദേശിക്കാനുള്ള ഒരു മകനെ തരൂ എന്ന് ഭർത്താവിനോട് പറയുകയാണ് ദേവഹൂതി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്കൊക്കെ കുട്ടികളും നിങ്ങളെ അച്ഛനമ്മമാരും ഒക്കെ ആണല്ലോ, ആകാൻ പോകുന്നവരും. ആരെങ്കിലും ഒരാൾ ഭർത്താവിനോട് എനിക്ക് ഇങ്ങനെ ഒരു മകനെ വേണമെന്ന് പറയാറുണ്ടോ? പറയണം, പറയാൻ സാധിക്കും, ഭർത്താവിന് കൊടുക്കാനും പറ്റും. ഇത് നിങ്ങളറിയാത്തൊരു കാര്യമാണ്. അതാ സ്വാമിജി നിങ്ങളോടത് പറയണത്. പിതൃകോപത്തെ ഭാഗ്യമാക്കി തീർത്ത മകൻ. അച്ഛൻ കോപിച്ചു, എന്തോ പറഞ്ഞു പോയി, നിന്നെ ഞാൻ യമന് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ല മകൻ. അങ്ങനെ യമൻ്റെ അടുക്കലിക്കാ പോയി. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഒന്ന് കേൾക്കട്ടെ ഞാൻ. അച്ഛൻ എന്നോട് തെറ്റു പറയണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അമേരിക്കയിൽ നിന്നൊരു അമ്മ എഴുതിയിരിക്കുക, എൻ്റെ ഭർത്താവും മൂത്ത മകനും കൂടി വഴക്കുകൂടി, എന്നിട്ട് മകൻ പോയിരിക്കുക, അച്ഛൻ മാപ്പ് പറഞ്ഞാലേ ഞാൻ മടങ്ങി വരുള്ളൂ എന്ന്, മാപ്പ് ചോദിച്ചാലേ ഞാൻ മടങ്ങി വരുള്ളൂ എന്ന്. ഞാൻ എഴുത്ത് കിട്ടി, അമ്മയ്ക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ.
ആ എഴുത്തിൽ ഞാൻ നയത്തോടു കൂടി വേണ്ടതുപോലെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ മകൻ ഒരക്ഷരം മിണ്ടരുത് അച്ഛനോടെന്നാണ്. എന്താ കാരണം? ആ അച്ഛന് ജനിച്ച മകനാ. ഇപ്പം അച്ഛനിൽ കാണുന്ന തെറ്റ് രണ്ടരട്ടിയായിട്ട് മകനിൽ വരാൻ വിരോധമില്ല. അപ്പോൾ ഒന്നും പറയണ്ട, അച്ഛൻ എന്തോ ചെയ്തു, അത് ചെയ്തത് തെറ്റാണെന്ന് മകന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഗുണം തനിക്ക് വരരുത് എന്ന് പ്രാർത്ഥിക്കുക, വരാതെ നോക്കുക. അതുകൊണ്ട് അച്ഛനോട് കോപിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവസാനം എന്തായി? അവൻ തിരിച്ചു വരും ചെയ്തു. എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക. എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം? നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഭാരതീയർ പണ്ട് കാലത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താവണം? നിങ്ങളുടെ വികാരവും വിലയിരുത്തലും. എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയാൻ പറ്റുകയെന്ന് ഒരു വലിയ സയൻറ്റിഫിക് എൻക്വയറിയാണ്. പക്ഷേ ഇത് സയൻറ്റിഫിക് എൻക്വയറി എന്ന് പറഞ്ഞ് ലാബറട്ടറിയിലും ടെക്നോളജി കേന്ദ്രങ്ങളിലൊന്നും അല്ല. ഇത് കാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു തത്വജിജ്ഞാസു ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഒരു തപസ്വിയുടെ അടുത്ത്, ഞാൻ എന്തിനാ വന്നതെന്നറിയാമോ? എനിക്ക് എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയാൻ പറ്റുക എന്നാണ് ചോദ്യം. ഇതൊക്കെ സംക്ഷിപ്ത രൂപത്വമായി എഴുതി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ യുവതലമുറ, അപ്പോൾ നമ്മളിതിന് കൊടുത്തിട്ടുള്ള ശീർഷകം എന്താ? യുവമനസ്സുകൾക്ക് എന്നാണ്. ഈ യുവമനസ്സെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാ? ഏത് കുട്ടികൾ വേണമെങ്കിലും ആവാം. എന്നാലും 10, 11, 12 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ പറയുന്ന വിഷയങ്ങൾ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച തത്വമൂല്യ സിദ്ധാന്ത വിവരണമായതുകൊണ്ട് ഇത് വളർന്നവർക്കും ചിന്തിക്കാനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും അനുസരിക്കാനും അനുകരിക്കാനും അതുവഴി തേജസ്വികളാകാനും സൗഭാഗ്യം നുകരാനും സാഫല്യം അനുഭവിക്കാനും പറ്റും. അങ്ങനെ ഒരു പുസ്തകമാണിത്. യുവ മനസ്സുകൾക്ക്. ഇത് ഇത്തവണ സത്രത്തിന് മറ്റന്നാളാണ് ഇത് പുറത്തുവിടാൻ പോകുന്നത്. അതിന് ഔപചാരികമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിലുള്ളവർ പറഞ്ഞു, സ്വാമിജി ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന്. അതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളെല്ലാവരും ഇതിൽ താല്പര്യമെടുത്ത് അതിൽ പറയുന്ന കാര്യങ്ങളെ വേണ്ടതുപോലെ വിലയിരുത്തി മനസ്സിലാക്കി വീട്ടിലുള്ളവർ ചർച്ച ചെയ്യുക. അത് കഴിഞ്ഞാൽ പുറത്തും കിട്ടാവുന്ന സമയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ പൂർവികന്മാരുടെ ചരിത്രമാണ് ഇതിലോതിയിരിക്കുന്നത്. നിങ്ങളുടെ പൂർവികരുടെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശൻ്റെ മുത്തശ്ശനും എങ്ങനെയോ അതുപോലെ ഒരു 100ഉം 1000ഉം മുത്തശ്ശന്മാരെ അങ്ങോട്ട് മാറ്റിക്കോളൂ. എന്നിട്ട് അങ്ങോട്ട് എത്തിയാൽ ആ കാലത്ത് എന്ത് നടന്നുവോ അത് ശാശ്വത സാഹിത്യമായി നമ്മുടെ തപസ്വികളും മഹർഷിമാരും എഴുതി വച്ചുല്ലോ. ഇന്നേ വരെ പോയിട്ടില്ലല്ലോ. എന്ത്? വാൽമീകിയെ നാം കണ്ടിട്ടില്ല, വ്യാസദേവനെയും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവർ എഴുതി വച്ച പുസ്തകം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ എഴുത്തുകാരനില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പൂർവികരെന്ത് ചെയ്തു? അവരെഴുതിയത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ മഹത്വവും മേന്മയും ഉൾക്കൊണ്ട് 2ാമതും 3ാമതും 4ാമതും 10ാമതും വായിച്ച് മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിലെല്ലാവരിലും ഒരു പ്രബല സ്വാധീനമാവത്തക്ക വിധത്തിൽ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഓഥറുടെ ഒരു പടമോ ഒറിജിനൽ ഗ്രന്ഥമോ നമ്മുടെ കയ്യിലില്ലാതെ ഈ സാഹിത്യങ്ങൾ ഇന്നും ഒരക്ഷരം ഹ്രസ്വം ദീർഘമാകാതെ ഒരു വള്ളിപുള്ളി മായാതെ ഇന്നും നമ്മുടെ മുൻപിലിരിക്കുന്നത്. ഇതാണ് കുട്ടികളെ, മുതിർന്നവരെ, നമ്മുടെ ഭാരതത്തിൻ്റെ മഹിമ, നമ്മുടെ ഭാരതത്തിൻ്റെ ഔന്നത്യം. മാച്ചാലും തേച്ചാലും പോകാത്തതായ വിശേഷപ്പെട്ട നമ്മുടെ സമ്പന്നതയാണ്. അറിവിൽ നമ്മളെ കവച്ചു വയ്ക്കാൻ ലോകത്തൊരൊറ്റ ആളുമില്ല. അറിവിലെ അഗ്രഗണ്യന്മാരാണ് നമ്മൾ. അറിവിന് വേണ്ടി ജീവിതം മുഴുവനും ത്യജിച്ചവരാണ് നമ്മൾ. ഞാൻ അങ്ങനെ ഒരാളാണ്. അറിവിന് വേണ്ടി ജീവിതം മുഴുവനും അങ്ങോട്ട് ത്യജിച്ച് അറിവ് പ്രചരിപ്പിക്കുക, അത് മാത്രമാണ് നമ്മുടെ ദൗത്യം. 10-70 കൊല്ലമായി ഞാൻ അങ്ങനെയായിട്ട്. ഇതൊരു നമ്മുടെ വിശേഷമാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം.
എല്ലാവരെയും ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹരി ഓം തസ്സ. ജയ ഗുരു.